ഓക്കെ. ഓക്കെ, ഇപ്പൊ മുഫീദ് പറഞ്ഞതുപോലെ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പൊ നമ്മളൊക്കെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ ഇപ്പൊ സ്വാതന്ത്ര്യം കിട്ടി ഒരുപാട് നമ്മൾ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കുന്ന വ്യക്തികളാണ്. പക്ഷെ എന്തായാലും നന്നായി, ഇത് നല്ലൊരു കോയിൻസിഡൻസ് ആണ്. ഈ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിട്ട് പോലും പലപ്പോഴും സ്വാതന്ത്ര്യം ഇല്ലാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ തന്നെ. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇൻസിഡന്റ് നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പൊ ജോൺ ആണ് തന്റെ സാമിനെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ ജോൺ സാമിന് വേണ്ടി ഹെൽപ്പ് തേടിയിട്ട് ഒരു കൗൺസിലറുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പൊ ആ കൗൺസിലറുടെ അടുത്ത് എത്തിയിട്ട് ജോൺ പറയുന്നത്, എനിക്ക് എന്റെ കൂട്ടുകാരനെ തിരിച്ചു വേണം. അപ്പം എന്താണ് അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ജോൺ പറയുന്നുണ്ട്, സാം ഇപ്പൊ കുറെ മാസങ്ങളായിട്ട്, ഏകദേശം ഒരു വർഷത്തോടടുക്കുന്നു, ഒരു വർഷത്തോളമായിട്ട് സാം ഇപ്പൊ ഒരു മുറിയിൽ തന്നെ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല. നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്. ജോലിക്ക് അപ്ലൈ ചെയ്ത് ജോലി അപേക്ഷകൾ അയച്ച് നല്ല ജോലിയിൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നൊരു വ്യക്തിയാണ്. പക്ഷെ എന്തുകൊണ്ടോ ഇപ്പൊ സാം പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാമിന് ഒരു ഭയമാണ്. അദ്ദേഹത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ വല്ലാത്തൊരു വിറയലും ഒരു ഷിവറിങ്ങും ഒക്കെ, എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹം മുറിക്ക് പുറത്തിറങ്ങുമ്പോൾ തന്നെ തല ചുറ്റി വീഴുന്നു, വല്ലാതെ വിറയ്ക്കുന്നു, വല്ലാത്തൊരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ശാരീരികമായി ഫീൽ ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, നല്ല ഏർണിങ്സ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്, ബട്ട് കനോട്ട് ഡു ദാറ്റ്. ഒരിക്കലും അദ്ദേഹത്തിന് അത് സാധിക്കുന്നില്ല. പക്ഷെ ഇത്രയും നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, നല്ലൊരു സമൂഹത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തി ഇങ്ങനെ ആയിത്തീരുന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അപ്പൊ എനിക്ക് എന്തായാലും ആ വ്യക്തിയെ ഒന്ന് സംരക്ഷിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ അതിൽ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് പുറത്തേക്ക് കൊണ്ടുവരണം. അതിനുള്ളൊരു ഹെൽപ്പുമായിട്ടാണ്, ഹെൽപ്പ് തേടിയിട്ടാണ് ഞാൻ ഈ ഈ ഒരു കൗൺസിലർ നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. അപ്പൊ ഈ കൗൺസിലർ ചോദിക്കുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് ജോൺ ഉത്തരം പറയുന്ന ഒരു സിറ്റുവേഷനും കൂടി വരുന്നു. അപ്പൊ ജോണിനോട് ഈ കൗൺസിലർ ഫിലോസഫർ ആയിട്ടുള്ള ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇദ്ദേഹത്തിന് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഈ മുറിക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്തത് എന്നാണ് താങ്കൾ വിചാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ജോൺ പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് തോന്നുന്നത് പാരന്റ്സിൽ നിന്ന് പണ്ട് എപ്പോഴൊക്കെയോ ഉണ്ടായിട്ടുള്ള ബുള്ളി, അതായത് ആവശ്യമില്ലാതെ ഈ കുറ്റപ്പെടുത്തലുകൾ, അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ അല്ലെങ്കിൽ സ്കൂളിൽ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കുറച്ച് കൂടുതൽ പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഒരു പുസ്തകപ്പുഴു ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഈ സാം. അപ്പൊ കൂടുതൽ അതാണ് സാമിന് ഇഷ്ടം. പുസ്തകങ്ങൾ വായിക്കുക, അത് എക്സ്പ്ലോർ ചെയ്യുക, അതിനെക്കുറിച്ച് കൂടുതൽ ആഴങ്ങളിലേക്ക് പോവുക, അതിനെക്കുറിച്ച് കൂടുതൽ അത്തരം പുസ്തകങ്ങളുടെ പിന്നാലെ ഓടി നടക്കുക. ആ അങ്ങനെയുള്ള ഒരു പുസ്തകങ്ങളുമായിട്ട് കൂടുതൽ ഇടപെടാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് സാം. അപ്പൊ അതിന്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കളിയാക്കലൊക്കെ സാമിന് വീടുകളിൽ നിന്നാണെങ്കിലും സ്കൂളിൽ നിന്നാണൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരു പക്ഷേ വർക്ക് പ്ലേസിൽ പോലും ഒന്ന് രണ്ട് വർക്ക് പ്ലേസിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ പോലും സാം ഇത് എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എവിടെ ചെന്നാലും വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു. അവരൊക്കെ തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് ഇതിലൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് സാം പതുക്കെ റൂമിലേക്ക് അടച്ചുപൂട്ടി ഇരിക്കാൻ തുടങ്ങിയത്. പിന്നീട് ആ കുറച്ചു കാലം അങ്ങനെ ഇരുന്നതിന്റെ ഫലമായിട്ട് സാമിന് ഒരിക്കലും പുറത്തേക്ക് വരാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. ഒന്നുകിൽ വരുന്നതിന് മുന്നേ ഒന്നുകിൽ വല്ലാത്തൊരു ശരീരം ആകെ വേർത്ത് കുളിച്ച് വിറയലും ഒരു തലചുറ്റലും ഒരു തലവേദനയും ഒക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ, അതായത് ഒരു സമൂഹത്തെ ഫേസ് ചെയ്യുമ്പോഴേക്കും സാമിന് വല്ലാത്ത ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പാസ്റ്റിൽ സംഭവിച്ച ഒരുപാട് പ്രശ്നങ്ങൾ സാമിനെ ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതാണ് സാമിനെ പലപ്പോഴും ഇത്രയും ഒരു ടാലന്റഡ് ആയിട്ടുള്ള വ്യക്തിയിൽ നല്ല ഹൈ സ്കോർ വാങ്ങി പാസ്സായ ഒരു വ്യക്തിക്ക് ജീവിതത്തിലെ അല്ലെങ്കിൽ സ്വന്തം ഒരു ലൈഫിലേക്ക്, ഒരു ഏർണിങ്സിലേക്ക്, ഒരു വർക്ക് പ്ലേസിലേക്ക് പോകുമ്പോൾ സാമിനെ പിടിച്ചു വലിക്കരുത് എന്നാണ് ഞാൻ കരുതുന്നത്. സാം പലപ്പോഴും പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ഇതിൽ നിന്നാണ് എനിക്ക് എന്റെ ഒരു നിഗമനം എന്താണെന്ന് വെച്ചാൽ, സാം ഇത്തരത്തിലുള്ള കളിയാക്കലുകൾ, കുറ്റപ്പെടുത്തലുകൾ വല്ലാതെ സാമിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അത് സാമിനെ ഒരു വല്ലാത്ത ഭയത്തിലേക്കും ഒരു വല്ലാത്ത വിഷാദത്തിലേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ വീണ്ടും കൗൺസിലർ ചോദിക്കുന്ന ഒരു ചോദ്യം,
ഇതിൽ നിന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ വീണ്ടും ജോൺ പറയുന്നത്, തീർച്ചയായിട്ടും നമുക്കൊക്കെ ജീവിതത്തിൽ നമ്മൾ ആരെങ്കിലും ഒക്കെ ഒന്ന് കളിയാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ട്രോമ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മെ അത് തീർച്ചയായിട്ടും ബാധിക്കും. പിന്നീടുള്ള നമ്മുടെ മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പിലും നമ്മെ അത് വല്ലാതെ ബ്ലോക്ക് ചെയ്യും എന്ന് പറഞ്ഞപ്പോ ഈ കൗൺസിലർ പറയുന്ന ഒരു വാക്കുണ്ട്. പ്രശസ്തനായ ഫിലോസഫർ പറയുന്നത് ഇതാണ്: നോ എക്സ്പീരിയൻസ് ഇൻ ഇറ്റ് സെൽഫ് എ കോസ് ഓഫ് അവർ സക്സസ് ഓർ ഫെയിലിയർ. ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള, പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസും നമ്മുടെ വിജയത്തിനോ പരാജയത്തിനോ കാരണമാകാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് പറഞ്ഞപ്പോ ജോണിന് അത്ര എനിക്ക് ഉൾക്കൊള്ളാനായില്ല. അപ്പൊ ജോൺ പറഞ്ഞു, അതെങ്ങനെ സംഭവിക്കും? നമ്മുടെ പാസ്റ്റിൽ സംഭവിച്ച പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പിന്നെ ബാധിക്കുന്നില്ല. അപ്പോഴും ഏഹ് ഈ കൗൺസിലർ പറഞ്ഞ ഇത്രയേ ഉള്ളൂ: വി ഡു നോട്ട് സഫർ ഫ്രം ദ ഷോക്ക് ഓഫ് അവർ എക്സ്പീരിയൻസ്. ഒരിക്കലും നമ്മൾ ഇപ്പൊ കൊണ്ടുപോകുന്ന അവസ്ഥയ്ക്ക് നമ്മുടെ പാസ്റ്റിൽ സംഭവിച്ച കാരണങ്ങളല്ല അതിന് പിന്നിലുള്ള സംഭവിച്ച സംഭവങ്ങളല്ല കാരണങ്ങൾ. നേരെ മറിച്ച്, ബട്ട് ഇൻസ്റ്റഡ് വി മേക്ക് ഔട്ട് ഓഫ് ദം വാട്ട് എവർ സ്യൂട്ട് ഓർ അവർ പേർപ്പസ്. നമുക്കൊരു പേർപ്പസ് ഉണ്ട് ലൈഫിൽ. അപ്പൊ അതിനെ ബ്ലോക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ബ്ലോക്കുകളോ ബുദ്ധിമുട്ടുകളോ വരുമ്പോ നമ്മൾ പോലും പാസ്റ്റിനെ കൂട്ടുപിടിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ചില കാരണങ്ങളാണ് നമ്മുടെ പിന്നീടുള്ള ജീവിതം നയിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒരിക്കലും പാസ്റ്റിൽ സംഭവിച്ചിട്ട് ഇദ്ദേഹം പറയുന്നത് പോലെ സാമിന് പാരന്റ്സിൽ നിന്നോ മുന്നേ സ്കൂള് വർക്ക് ചെയ്യുന്ന സമയത്ത് നേരിട്ട കളിയാക്കലോ പരിഹാസങ്ങളോ ഒന്നും ഒരാളുടെ ജീവിതത്തിൽ ഒരു ബ്ലോക്കും തീർത്തിട്ടില്ല. പകരം ഇതൊക്കെ സംഭവിച്ചു എന്നതിന്റെ പേരിൽ അതിനെ കൂട്ടുപിടിച്ച് അതൊരു കാരണമായി കൂട്ടിച്ചേർത്ത് പിന്നീടുള്ള മുന്നോട്ടുള്ള വഴികളിൽ നമ്മളായി തീർക്കുന്ന ബ്ലോക്കുകളാണ് എല്ലാത്തിനും കാരണം. വീണ്ടും ഇത് പറഞ്ഞതിന് ശേഷം കൗൺസിലർ വീണ്ടും ജോണിനോട് ചോദിക്കുന്നുണ്ട്: നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അനിയത്തി, അങ്ങനെ ബ്രദറോ ആരെങ്കിലും വീട്ടിലുള്ള ആരെങ്കിലും ഇത്തരം ഒരു അവസ്ഥയിലാണ്, നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പൊ ജോൺ പറഞ്ഞ ഇത്രയാണ്: തീർച്ചയായിട്ടും ആ വ്യക്തി എന്ത് ചെയ്യും? സമൂഹത്തിലേക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ, അദ്ദേഹത്തിന്റെ ഭാവി ആ വ്യക്തിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ എന്നെ കൊണ്ടാവുന്നതെല്ലാം ഞാൻ ചെയ്യും. കൂടുതൽ കെയർ കൊടുക്കും, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കും എന്ന് പറയുമ്പോൾ ഈ കൗൺസിലർ വീണ്ടും പറയുന്നു, ഇത് തന്നെയാണ് സാമിന് ഇപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. സാം ചിന്തിക്കുന്നതും ഇത് തന്നെയാണ്. എനിക്ക് പിന്നീടുള്ള ലൈഫിലേക്ക് മുന്നോട്ട് പോകുന്നതിന് കാരണമായ കാരണങ്ങൾ സംഭവിച്ച വ്യക്തികളിൽ നിന്നും കൂടുതൽ അറ്റൻഷൻ കിട്ടുമ്പോൾ ആ ഒരു ആ ഒരു സപ്പോർട്ടിൽ, അല്ലെങ്കിൽ ആ ഒരു സുഖത്തിൽ അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് സാം ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും കൂടുതൽ അറ്റൻഷൻ, അവിടെ എനിക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നു, കാരണം എന്റെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടി എന്റെ പാരന്റ്സ് കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു സുഷുപ്തിയിൽ സാം അങ്ങനെ ആയിരിക്കുകയാണ്. അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ, സ്വന്തമായിട്ടുള്ള ഒരു വഴി കണ്ടെത്തി സ്വന്തം ലൈഫ് മുന്നോട്ട് കൊണ്ടുവരാൻ, അതിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ, തടസ്സങ്ങളെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന അറ്റൻഷൻ മുറുകെ പിടിച്ച് ആ സുഖത്തിൽ അങ്ങനെ സാം സുഖമായിട്ട് മുറിക്കുള്ളിൽ അടച്ചിരിക്കുകയാണ്. അത് പുറത്തേക്ക് വരാൻ, അല്ലെങ്കിൽ ആ ബ്ലോക്കുകളെ മറികടക്കാൻ സാം കണ്ടെത്താൻ ഒരിക്കലും സാം ഒരു വഴി കാണുന്നില്ല. അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന എക്സ്ക്യൂസസ് ആണ്: എനിക്ക് കയ്യും കാലും വിറയ്ക്കുന്നു, എനിക്ക് വല്ലാതെ വിയർക്കുന്നു, എനിക്ക് തലവേദന എടുക്കുന്നു, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് ഭയം തോന്നുന്നു എന്ന കാരണങ്ങൾ സാം സ്വയം ഉണ്ടാക്കി എടുക്കുന്നതാണ്. ഇത് പറഞ്ഞപ്പോ ജോൺ അത് ഉൾക്കൊള്ളാനായില്ല. പക്ഷെ വീണ്ടും കൗൺസിലർ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ: ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അത് ഷിവറിങ് വന്നുകൊണ്ട് എന്താ ബുദ്ധിമുട്ട്? അതിനെ മാനേജ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യുമ്പോൾ, അതിനെ എങ്ങനെയെങ്കിലും നേരിടുമ്പോഴല്ലേ മുന്നോട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാൻ സാധിക്കുള്ളൂ. മറിച്ച് ഇനിയും അത് സംഭവിക്കും എന്ന് പറഞ്ഞ്, മുന്നേ സംഭവിച്ചു എന്ന് പറഞ്ഞതിനെ കൂട്ടുപിടിച്ച് വീണ്ടും അതിനെ കെട്ടിപ്പൂട്ടി ഇരിക്കുമ്പോൾ എങ്ങനെയാണ് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുക? ഇത്ര മാത്രമേ അദ്ദേഹം വീണ്ടും പറയുന്നു. നോ എക്സ്പീരിയൻസ് ഇൻ അവർ ലൈഫ് ക്യാൻ കോസ് അവർ സക്സസ് ഓർ ഫെയിലിയർ. ഒരു പക്ഷെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അത് തന്നെയല്ലേ. എനിക്ക് മുന്നേ ഇത് സംഭവിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചത് കൊണ്ട്, ഞാൻ അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ട് ഇന്ന് എനിക്ക് അതൊന്നും ആകാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, ഇന്ന് എനിക്ക് ആകാൻ കഴിയുമായിരുന്നിട്ട് പോലും, ആ വഴികളെ എനിക്ക് അറിയാമായിരുന്നിട്ട് പോലും അത് അച്ചീവ് ചെയ്യാതിരിക്കാൻ
നമ്മൾ പലപ്പോഴും കൂട്ടുപിടിക്കുന്നത് പാസ്റ്റിലുള്ള ഇത്തരം എക്സ്പീരിയൻസസ് ആണ്. ഇത് കേട്ടപ്പോ ഒരുപക്ഷെ ഈ ഒരു കഥ കേട്ടപ്പോ ഈ എക്സ്പീരിയൻസ് ഒരു ബുക്കിലൂടെ വായിച്ചറിഞ്ഞപ്പോ ഞാൻ പോലും തിരിച്ചറിഞ്ഞ ഇതാണ്. ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ പലതും നേടാതെ പോകുന്നതും ഇത്തരം പാസ്റ്റിലുള്ള എക്സ്പീരിയൻസ് ഞാൻ മുറുകെ പിടിക്കുന്നത് കൊണ്ടാണ്. അന്ന് അതങ്ങനെ സംഭവിച്ചു, ഇനിയും ഇതിങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞ് ആ ഫിയറിനെ പോലും മാനേജ് ചെയ്യാതെ പാസ്റ്റിലുണ്ടായ സംഭവങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് പിന്നെ എന്റെ ഒരു ഗോളിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ സാധിക്കുക? അത് പാസ്റ്റിലുള്ള എക്സ്പീരിയൻസ്, ഇറ്റ്സ് ഓവർ, പാസ്റ്റ് ഈസ് ഓവർ, ബി ഹിയർ ആൻഡ് നൗ എന്ന് പറഞ്ഞതുപോലെ ഇപ്പോ ഞാനിത് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുക തന്നെ, കാരണം പാസ്റ്റ് എന്ന കാര്യം മറന്ന് ഇപ്പൊ എനിക്ക് ചെയ്യാൻ എന്റെ മുന്നിൽ ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ എന്തൊക്കെ ബ്ലോക്കുകളാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഓവർകം ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തി മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നാം ആഗ്രഹിക്കുന്ന ഒരു തരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. വി ഡു നോട്ട്, വീണ്ടും അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഇത്രയേ ഉള്ളൂ, വി ഡു നോട്ട് സഫർ ഫ്രം ദ ഷോക്ക് ഓഫ് അവർ എക്സ്പീരിയൻസസ്. അന്നത് സംഭവിച്ച ഷോക്കല്ല എന്റെ സക്സസിനോ അല്ലെങ്കിൽ ഫെയിലിയറിനോ കാരണം, മറിച്ച് ഇത് അച്ചീവ് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ ഇത് ഫുൾഫിൽ ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ സ്വയം ഉണ്ടാക്കി തീർത്ത ഒരു ചട്ടക്കൂടിൽ ഞാൻ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഒരു ദിവസമായിട്ട് പോലും നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം ഇത്തരം പാസ്റ്റുള്ള എക്സ്പീരിയൻസ് ആണെന്ന് വിശ്വസിച്ച് ആ ചട്ടക്കൂടിൽ ഇങ്ങനെ ഒളിച്ച് ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. അതിനെ മറികടക്കാൻ, അതിനെ പൊട്ടിച്ച് പുറത്തു വരാൻ, ദിസ് ഈസ് നോട്ട് ദ റീസൺ ഫോർ മൈ സക്സസ്. എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് നേടാൻ എന്റെ മുൻകാലങ്ങളിൽ ഞാൻ ഇത്രേ പഠിച്ചുള്ളൂ, അന്ന് എനിക്ക് അത്രേ പഠിക്കാൻ പറ്റിയുള്ളൂ എന്ന് പറഞ്ഞ് കാരണങ്ങൾ കണ്ടെത്തി അതിനെ കൂട്ടുപിടിച്ച് മുന്നോട്ട് ഇന്നും എത്രയോ പ്രായം, ഒരുപാട് വയസ്സിനപ്പുറത്തും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന വ്യക്തികളുണ്ട്. ഇപ്പൊ ഇതിൽ തന്നെ എത്ര പേരുണ്ട് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ച് വീണ്ടും ജീവിതം കൂടുതൽ സക്സസിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ പാസ്റ്റിനെ കൂട്ടുപിടിക്കാതെ, പാസിനെ അതിനെ വഴിക്ക് അതിനെ വിട്ടുകളയുക. ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് 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 മാത്രം. അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമേ നമ്മൾ ആ കെട്ടുപൊട്ടിൽ നിന്നും പൊട്ടിച്ച്, ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുമ്പോൾ ഇതൊരു കോയിൻസിഡൻസ് തന്നെയാണ്. കാരണം നമ്മുടെ പഴയ മുറിവുകളല്ല നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ബ്ലോക്കുകൾ എന്ന് തിരിച്ചറിയുക. പഴയ മുറിവുകൾ നമുക്ക് ചില പാഠങ്ങൾ നൽകി എന്നുള്ളത് സത്യമാണ്. ആ പാഠങ്ങൾ തിരിച്ചറിഞ്ഞ് ഇന്ന് നാം നേരിടുന്ന ബ്ലോക്കുകളെ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുക. എല്ലാവർക്കും ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേ ഇത്തരം ഒരു മെസ്സേജ് നൽകാൻ കഴിഞ്ഞ് ഒരുപാട് സന്തോഷത്തോടു കൂടി അതിനെന്നെ മുന്നോട്ട് നടത്തിയ യൂണിവേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. നമ്മെ കെട്ടിപ്പൂട്ടി വെടിക്കിരിക്കുന്ന അത്തരം ചിന്തകളെ ഒന്ന് പൊട്ടിച്ചെറിയുക. പാസിൽ സംഭവിച്ചതല്ല, അത് സംഭവിച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് കിട്ടിയ ബ്ലെസ്സിങ്, തിരിച്ചറിവുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുക. ഐ ബ്ലെസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. Okay, thank you, Ravina ma'am. Thank you so much. എല്ലാവരും ഇവിടെ ഇല്ലേ? ടീം എല്ലാവരും? യെസ്, ഓക്കെ. അപ്പൊ ഇനി നിങ്ങളുടെ ഒരു ടൈമാണ്. നിങ്ങൾക്ക് ഫീഡ്ബാക്ക് പറയാനും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാനും കൂടെ എല്ലാ ടൈമാണ്. സോ സ്റ്റാർട്ട് ചെയ്തോളൂ. ആരാ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പേര് വിളിക്കണം. സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടോ? ഗുഡ് മോർണിംഗ് മാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ല ക്ലാസ് ആയിരുന്നു. സാധാരണ എല്ലാവരും പറയാറുണ്ടത് പാസ്റ്റ് നമ്മളൊരു പഴയ ഡസ്റ്റ്ബിൻ ആയിട്ട് കൺസിഡർ ചെയ്യാം, അതിൽ നിന്ന് നമ്മൾ ചില തെറ്റുകളിൽ നിന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. പക്ഷെ ചിലവർക്ക് പാസ്റ്റ് മറക്കാൻ കഴിയുന്നില്ല. അതാണ് ഒരു വളരെ പാത്തറ്റിക് ആയിട്ടുള്ള. അതുകൊണ്ടാണ് ഈ മെന്റൽ ഹെൽത്തും പിന്നെ എന്താ പറയാ കൗൺസിലേഴ്സൊക്കെ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത്. പാസ്റ്റ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അത് ആ ചങ്ങല പൊട്ടിക്കാൻ പറ്റുന്നില്ല. ബട്ട് യു ആർ ഗിവൻ എ ഗുഡ് മെസ്സേജ് മാം. താങ്ക് യു. സാർ ഇത് പറഞ്ഞതുപോലെ ഒരു ഡസ്റ്റ്ബിൻ ആണ്. അപ്പൊ നമുക്കൊരു തലവേദന വന്നു മേടിക്കാം. അപ്പൊ നമ്മൾ തലവേദന, ഇപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് ഞാനൊരു സംഭവം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. ഇപ്പൊ ഒരു തലവേദനയോ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഡോക്ടറെ അടുത്ത് പോയിട്ട് നമ്മളിങ്ങനെ പറയാതെ സാർ എനിക്കിങ്ങനെ വല്ലാത്ത തലവേദനിക്കുന്നുണ്ട്,
അപ്പൊ ഓക്കെ, അപ്പൊ തലവേദനയ്ക്ക് അപ്പൊ അദ്ദേഹം കുറെ കാരണങ്ങളൊക്കെ ചോദിക്കും. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഇന്നലെ മഴ നനഞ്ഞതുകൊണ്ടാണ് നിങ്ങൾക്ക് തലവേദന വന്നത്. നിങ്ങൾക്ക് മഴ നനയാതെ ഇരുന്നെങ്കിൽ ഈ തലവേദന വരുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമാവും. നമ്മൾ എന്തിനാ ഈ ഡോക്ടറെ അടുത്ത് പോകുന്നത്? അവിടെ ചെന്ന് നമുക്ക് ഈ തലവേദന മാറാനുള്ള മരുന്ന് വേണം, അല്ലെങ്കിൽ ഈ അസുഖം മാറാനുള്ള മരുന്ന് വേണം, അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് വരാനുള്ള കാരണം എന്ന് പറഞ്ഞ് കുറെ കാരണങ്ങൾ പറഞ്ഞ് നിങ്ങളോട് അത് പറഞ്ഞ് നിങ്ങളെ ഭയപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നും? "ഓ, ഈ ഡോക്ടറെ അടുത്ത് വരണ്ടിയിരുന്നില്ല." മറിച്ച് ഓക്കെ, തലവേദനയല്ലേ, ഒരു പല്ലുവേദനയല്ലേ, കുഴപ്പമില്ല, ഞാൻ മരുന്ന് എഴുതിയിട്ടുണ്ട്, എന്തായാലും ചിലപ്പോൾ ഈ ഒരു കാരണം കൊണ്ടായിരിക്കും, ഈ മരുന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് അത് മാറും എന്ന് പറയുന്നതാണോ? മറിച്ച് ഇന്ന കാരണങ്ങൾ കൊണ്ട് വന്നു, ഇനി അത് വരാതെ നോക്കണം, ഇത് ഇനി എങ്ങനെ മാറുമെന്നൊന്നറിയില്ല, ഈ മരുന്നൊന്ന് കഴിച്ചു നോക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ആ ഡോക്ടറെ അടുത്ത് പോവോ? പോവില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം പ്രിസ്ക്രിപ്ഷൻ അവിടെ കീറി കളഞ്ഞ മരുന്ന് പോലും നമ്മൾ വാങ്ങാതെ മറ്റൊരു ഡോക്ടറെ അടുത്ത് പോകും. എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ പല്ലുവേദന വന്നു, ഇറ്റ്സ് ഓക്കെ. നമ്മൾ പല്ലുവേദന വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഇത്ര കാലം ജീവിച്ചത്. നമ്മൾ പല്ല് തേക്കാറുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടും പല്ലുവേദന വന്നെങ്കിൽ എന്ത് ചെയ്യാം? ആ പല്ലുവേദനയ്ക്ക് ട്രീറ്റ്മെന്റ് നടത്തുക, അത്രയേ ഉള്ളൂ. ഇത് പറയാനുള്ള കാരണം ഇപ്പൊ ഞാൻ പല്ല് ഡോക്ടറെ അടുത്ത് പോയപ്പോ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം കൂടി ആയതുകൊണ്ടാണ് ഞാൻ ആ ഡോക്ടറുടെ ഇൻസിഡന്റ് കൂടി കൂട്ടിച്ചേർത്തത്. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? വളരെ നല്ലൊരു ഡോക്ടർ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും അദ്ദേഹത്തെ തൊട്ട് നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇറ്റ് മേ ഹാപ്പൻ. കാരണം കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു തേയ്മാനത്തിന്റെ ഒരു പ്രശ്നമൊക്കെ വന്നതുകൊണ്ടായിരിക്കും. അത് നമുക്ക് അതിനൊക്കെ നമുക്ക് സൊല്യൂഷൻ ഉണ്ടല്ലോ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞപ്പോ പിന്നെ ആ ഡോക്ടർക്ക് പോകാനുള്ളൊരു ഇഷ്ടമാണ്. മറിച്ച് അത്തരം ഒരു ഡോക്ടർ അങ്ങനെ പറയുന്നത് കൊണ്ടല്ലേ ഇപ്പൊ ഡോക്ടർമാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലാതെ അവർ നമ്മുടെ പാസ്റ്റിനെ ചെകഞ്ഞ് അന്ന് ഏറ്റവും നല്ല അറിവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പോയത്. പക്ഷെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് എന്ത് ഇപ്പോ അന്ന് ഭക്ഷണം കഴിക്കേണ്ടിയില്ല, അന്ന് ആ ഭക്ഷണം കഴിച്ചത് കൊണ്ടല്ലേ എനിക്കിപ്പോ സംഭവിച്ചത്. പക്ഷെ അന്ന് ഞാൻ ആ ഭക്ഷണം കഴിച്ച ഏറ്റവും നല്ല ഫുഡാന്ന് വിചാരിച്ചിട്ടായിരുന്നു, അന്ന് എന്റെ ശരി അതായിരുന്നു. പക്ഷെ ഇന്ന് ഇതിന്റെ കാരണം ഓക്കെ ഉണ്ടാവായിരിക്കാം, പാസ്റ്റ് എന്നുള്ള പ്രശ്നം നമ്മൾ ഒരുപാട് കാലങ്ങൾ. പിന്നെ ഇതാണെങ്കിൽ ഷുഗർ വന്നിട്ട് പറയുന്നത്, ഷുഗർ ഇന്നോ നാളെയോ വരുന്നതല്ല, ഒരുപാട് വർഷങ്ങൾ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കാൻ കഴിയാതെ. ഓക്കെ, ഇപ്പൊ ശരീരത്തിന് എന്താ സംഭവിച്ചത്? ഇൻസുലിൻ ഉത്പാദിപ്പിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ എത്തിച്ച് ഇറ്റ്സ് ഓക്കെ, ദിസ് ഇസ് മൈ സിറ്റുവേഷൻ. അതിന് എന്ത് സൊല്യൂഷൻ കാണാം? അത് നമുക്ക് മെഡിറ്റേഷൻ വഴി, നമ്മുടെ ലൂയി ഹേ പറഞ്ഞതുപോലെ, അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ട് അവരുടെ സ്വന്തം മെഡിറ്റേഷൻ കൊണ്ട് അതിന്റെ റിക്കവർ വന്ന, ഒരു മരുന്ന് പോലും കഴിക്കാതെ റിക്കവർ വന്ന വ്യക്തിയാണ്. അവര് പറയുന്നതും ഇത് മാത്രമാണ്, ഇത് കൂട്ടിച്ചേർക്കുമ്പോൾ ഇത് അവര് പറഞ്ഞ ഇതാണ്, ഇത് വന്നു, ഇറ്റ്സ് ഓക്കെ. ഇത് വന്നതിന് കാരണം പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ ഇത് എനിക്ക് ഇപ്പം വന്നിട്ടുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനുള്ള ശക്തി എന്റെ ബോഡിക്ക് ഉണ്ട്. ഞാനത് പൂർണ്ണമായും അതിനെ റിലീസ് ചെയ്യാണ്. എന്റെ ശരീരത്തിലെ എല്ലാ നെഗറ്റീവ് എനർജികളും ഞാൻ റിലീസ് ചെയ്ത് എന്നിലേക്ക് പോസിറ്റീവ് എനർജികൾ നിറച്ച് എന്റെ ശരീരം സമ്പന്നമാക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞ് വെറും അഫർമേഷൻ കൊണ്ടും സ്വന്തം ആത്മവിശ്വാസം കൊണ്ട് അവരതിന് 2 പ്രാവശ്യം ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ട് പോലും അതിന് റിക്കവർ ചെയ്തു വന്നു എന്നാണ് പറയുന്നത്. അതിന് കാരണങ്ങൾ ഉണ്ടായേക്കാം, ലീവ് ഇറ്റ് ഹാപ്പൻ. പക്ഷെ ഇന്ന് അതും കെട്ടിപ്പിടിച്ചിരുന്ന് വീണ്ടും അതിനെ കൂടുതൽ ദുരിതത്തിലാക്കാൻ ശ്രമിക്കാതെ, നമ്മൾ പലപ്പോഴും ഈ ഗുളിക എടുത്തു വെക്കുമ്പോൾ പോലും നമ്മുടെ മൺമറഞ്ഞു പോയ ഇന്നസെന്റ് എന്ന വ്യക്തി പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയാം. അദ്ദേഹത്തിന്റെ ക്യാൻസർ വാർഡിൽ ശരിயான പുസ്തകത്തിൽ പറയുന്നത്, നമ്മൾ പലപ്പോഴും ഒരു ഗുളിക എടുത്ത് കൈ പിടിക്കുമ്പോൾ പോലും ഇത് കഴിച്ചാൽ മാറുമോ എന്നോ എന്തോ എന്തോ എന്ന ചിന്തയിലാണ് ഇരിക്കുന്നത്. മറിച്ച് ആ ഗുളിക എടുക്കുമ്പോൾ ഇറ്റ് ഹീൽസ് മൈ ബോഡി എന്ന് പറഞ്ഞ് കഴിച്ചു നോക്കൂ, അവിടെ നമ്മൾ അത് ഹീൽ ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. അദ്ദേഹം ക്യാൻസറിനെ പൊരുതി തോൽപ്പിച്ച, 2 തവണ വന്നിട്ട് പൊരുതി തോൽപ്പിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ പ്രസന്റിൽ എന്താണോ അതിനെ മാനേജ് ചെയ്യുക. അത് പാസ്റ്റുള്ള റീസൺ ആയിരിക്കാം, പക്ഷെ പാസ്റ്റുള്ള ഒരു ലെസൺ നമുക്ക് കിട്ടി, ഇനി ആ ഭക്ഷണം കഴിക്കേണ്ട, അതിന് പിന്തുടർന്ന് മുന്നോട്ട് പോവാം. താങ്ക് യു സോ മച്ച് സാർ, പെട്ടെന്ന് അത് ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ സുബ്രഹ്മണ്യ സാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അത് ആഡ് ഓൺ ചെയ്യാൻ പറ്റി. താങ്ക് യു. ഹലോ, മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ല ക്ലാസ് ആയിരുന്നു. ഇത് എനിക്ക് വേണ്ടിയിട്ട് ഇന്ന് എടുത്തൊരു ക്ലാസ് പോലെ എനിക്ക് തോന്നി. കാരണം ഇതിലത്തെ ഒരു സാം എന്ന് പറഞ്ഞൊരു വ്യക്തി ഞാനാണ് ശരിക്കും. ഞാൻ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കാരണം ചെറുപ്പം മുതലേ പേരൻസിന്റെ എല്ലാ സപ്പോർട്ടും കിട്ടി അങ്ങനെ 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. പിന്നെ ഹസ്ബൻഡായി. എല്ലാ കാര്യങ്ങളും എനിക്ക് ഞാനായിട്ടൊന്നും ചെയ്യാറില്ല. എല്ലാ കാര്യങ്ങളും ചെയ്യാനും എല്ലാത്തിനും എൻ്റെ ഹസ്ബൻഡായിരുന്നു എനിക്ക്. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം യാതൊരു പ്രതീക്ഷയില്ലാതെ ഹസ്ബൻഡ് മരിച്ചു. അപ്പൊ അതിന്ന് ഞാൻ ഒരുപാട്, ഇപ്പോഴും ഞാൻ അതിന്ന് റിക്കവർ ആയിട്ടില്ല. ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. ഇപ്പോഴും ഞാൻ ഇപ്പൊ സുബ്രഹ്മണ്യൻ സാർ പറഞ്ഞ പോലെ ആ പഴയ ഓർമ്മകളിൽ ജീവിക്കുകയാണ് ഞാൻ. അത് വല്ലാത്ത, ഇപ്പോഴും എനിക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. കാരണം എന്നെ ചിന്തിച്ചൊക്കെ ഒരുപാട് ഉപദേശിക്കാറുണ്ട്. ഇപ്പോ സ്വന്തമായിട്ടൊന്ന് പുറത്തു പോവാനോ
അങ്ങനെ ഞാൻ ശീലിച്ചിട്ടില്ല. അതിൽ പെട്ടുപോയി. ഞാനിപ്പോ ഇനി ഇങ്ങനെ മാറാൻ ഇങ്ങനെ ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് സാമിന്റെ കഥ പറഞ്ഞപ്പോ ശരിക്കും ഞാനായിരുന്നു അത്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ ഞാൻ ഇപ്പൊ കടന്നു പോണത്. ഞാൻ ശ്രമിക്കുന്നുണ്ട്, ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട് ഞാൻ. പക്ഷെ ചിലപ്പോ ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. പഴയ ഓർമ്മകൾ വന്നിട്ട് വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞാൻ. അതുകൊണ്ടാണ് ഇപ്പൊ സിന്ധേച്ചി എന്റെ അവസ്ഥകളൊക്കെ എന്റെ അമ്മ വഴി ഞങ്ങളൊക്കെ ഒരു നാട്ടുകാരാണ്. അങ്ങനെയൊക്കെ അറിഞ്ഞിട്ട് എന്നെ ബി മാജിക്ക് കൊണ്ടുവന്ന് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ അങ്ങനെ കുറേശ്ശെ മാറി വരുന്നുണ്ട്. അതാ. ഷീജ അല്ലെ ആ പേര്? ഓക്കെ, താങ്ക് യു ഫോർ ഷെയറിങ് ഷീജ മാം. ഒരുപാട് സന്തോഷം, കാരണം ഇത്ര ഓപ്പൺ ആയിട്ട് അത് ഷെയർ ചെയ്യാൻ സാധിച്ചതിൽ. അത് കേട്ടപ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മളൊക്കെ മനുഷ്യന്മാരാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇത് ഷീജ പറഞ്ഞു, ഷീജയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ക്ലാസ് ഒരു. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, തീർച്ചയായിട്ടും നമുക്കതിന്റെ വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കത് വിഷമം ഇല്ലെങ്കിൽ നമ്മൾ മനുഷ്യരാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും നമുക്കതിൽ വിഷമം ഉണ്ടാവും. പക്ഷെ അന്ന് അത് ആദ്യമായിട്ട് കൂടെ ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങളെ ഓർത്ത് അതിന് നന്ദി പറഞ്ഞുകൊണ്ട് അന്ന് എനിക്ക് സാധിച്ചു. കാരണം ഇന്ന് അങ്ങനെയുള്ളവർ കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും അത്തരം സന്തോഷങ്ങൾ അനുഭവിക്കാൻ കഴിയാത്ത ഒരുപാട് വ്യക്തികളുണ്ട്. പക്ഷെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം എല്ലാം ചെയ്തു തന്നു, എനിക്ക് സപ്പോർട്ടായിരുന്നു. അപ്പം അത്രയും സന്തോഷം നൽകിയ ഈശ്വരന് നന്ദി പറയുക. പക്ഷെ ഇന്ന് ഞാൻ എന്തിനാണ് ഇങ്ങനെ തനിച്ചായതിനെ കുറിച്ച് ദർ ഇസ് സം പർപ്പസ്. നമ്മളെല്ലാവരും ജീവിക്കുന്ന ഒരു പർപ്പസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ആ പർപ്പസിലേക്ക് നമുക്ക് മുന്നോട്ട് നടന്നേ പറ്റൂ. അപ്പൊ അതിൽ നമുക്ക് സങ്കടം വരുന്ന സമയത്ത് നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരന്മാരെ വിളിക്കാം, പ്രപഞ്ചത്തിനെ വിളിക്കാം. എനിക്ക് അന്ന് നൽകിയ സന്തോഷത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോയേ മതിയാവും. ബിക്കോസ് ഇപ്പോഴും ഞാൻ ഈ ഭൂമിയിൽ ബാക്കിയുണ്ടെങ്കിൽ ദർ ഇസ് സം പർപ്പസ്. അതാണ് പറയുന്നത്. നമ്മളിപ്പോ എത്രയോ പേര് ഇന്ന് ഈ ലോകം കാണാതെ കണ്ണുകൾ അടഞ്ഞു പോയ വ്യക്തികളുണ്ട്. ഇന്നലെ വൈകുന്നേരം വരെ, അല്ലെങ്കിൽ ഇന്നലെ കിടക്കുന്നത് വരെ നാളെ ഉണരും എന്ന് വിചാരിച്ച വ്യക്തികൾ ഇന്ന് ഉണരാതെ പോയവരുണ്ട്. പക്ഷെ എന്നിട്ടും ഭൂമിയിൽ എന്നെ ബാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻസ് ഫോർ മീ. എനിക്ക് വേണ്ടി ഈ പ്രപഞ്ചം ഒരു വലിയൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് എന്നെ ഭൂമിയിൽ ബാക്കി നിർത്തിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എനിക്ക് മുന്നോട്ട് പോയേ മതിയാവും. എന്റെ കുടുംബത്തിനെ എനിക്ക് സംരക്ഷിക്കണം, അവർക്ക് വേണ്ടി കൂടെ നിൽക്കണം. അപ്പൊ എനിക്ക് പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് നമുക്ക് പോകാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ഓൺ. പുതിയ പുതിയ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാം. നമ്മൾ ആ പഴയതിൽ നിന്ന് മാത്രം പിടിച്ചു മുറുകി കിടക്കാൻ, ഇനി അദ്ദേഹം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അവിടെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പവർ ഉണ്ടാവുക. നിങ്ങളൊന്ന് പുറത്തേക്ക് ഒരു പക്ഷെ ചെയ്താൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ബിക്കോസ് ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ ഫോർ യു. ഒരു വലിയൊരു പ്ലാൻ നിങ്ങൾക്ക് വേണ്ടി ഈശ്വരൻ ഒരുക്കിയിട്ടുണ്ട്. അത് കണ്ടെത്തുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഓരോ സ്ട്രെസ്സിനെയും മറികടക്കാൻ പൂർണ്ണമായും സ്വയം അർപ്പിക്കുക, മുന്നോട്ട് പോകാൻ കഴിയും. ഒന്നുമില്ലെങ്കിൽ ഈ ബി മാജിക്കിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല, ഇതൊരു ഗ്രേറ്റ് ബ്ലെസ്സിങ് തന്നെയാണ്. കാരണം അതുവരെ എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇത് പുതിയ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി പറഞ്ഞു. ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളായിരുന്നു. സി, ദിസ് ഇസ് ദ പ്ലാൻ ഓഫ് ദ യൂണിവേഴ്സ്. ബിക്കോസ് ഇതിപ്പോ ഞാൻ പറഞ്ഞു, ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ. അത് കേൾക്കാൻ പോലും ഈ ഒരു അവസരം ഒരുക്കിയത് ബി മാജിക് ആണ്. ബി മാജിക്കിന് നന്ദി പറയുക. ഇത് പറഞ്ഞ വ്യക്തിക്ക് നന്ദി പറയുക. എനിക്ക് ഷെയർ ചെയ്യാൻ കിട്ടിയ ധൈര്യത്തിന് ഈശ്വരനോട് നന്ദി പറയുക. ബിക്കോസ് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ പേർപ്പസ് എന്ന് പറയാറുണ്ട്. ഓർക്കുക, ഇന്നും ഭൂമിയിൽ ഞാൻ ഇവിടെ ബാക്കിയുണ്ടെങ്കിൽ ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ ഫോർ മീ. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഗോ ഹെഡ്. എനിവേ, ഓൾ ദി ബെസ്റ്റ്. പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. എന്തിനേയും നേരിടാനുള്ള കരുത്ത് ഈശ്വരന്. താങ്ക് യു മാം, താങ്ക് യു. ഗുഡ് മോർണിംഗ് പ്രവീണ മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരു നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. ക്ലാസ് കേട്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ആദ്യത്തെ ഇത് മറുപടി പറയും എന്നുള്ള രീതിയിൽ ഇരുന്നു. പക്ഷെ പെട്ടെന്ന് വീണ്ടും ഒരു സ്റ്റക്ക് പിറകിലോട്ട് ഇങ്ങനെ ഒരു മടി പോലെ വന്നു. എന്നാൽ അത്രയും ഞാൻ എന്തൊക്കെ പറഞ്ഞിരുന്നാലും പാസ്റ്റ് ഒന്നും ചിന്തിക്കില്ല, പറയില്ല എന്നൊക്കെ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷെ എപ്പോഴൊക്കെയോ അതില് ഒന്ന് കടന്നു പോകും. അപ്പൊ പിന്നെ നമ്മുടെ ആക്ഷനിൽ അത് കുറച്ച് പിറകിലോട്ട് വലിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ മാമിന്റെ ക്ലാസ് ഒന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായിരുന്നാലും എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ഇന്ന് ആദ്യത്തെ കമന്റ്സ് ഞാൻ തന്നെ പറയും. അപ്പോൾ വീണ്ടും എനിക്കൊരു
സ്റ്റക്ക് വന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു ഇതിന് എന്താണ് ഒരു പ്രതിവിധി. ഇപ്പൊ ഇങ്ങനെ എനിക്ക് പറയണമെന്ന് വെച്ചിട്ടെങ്കിൽ എനിക്ക് ആദ്യം പറയാൻ പറ്റിയില്ലല്ലോ. ഓക്കെ, ഇതൊന്ന് ബ്രേക്ക് ചെയ്യുക, അത് തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ മറികടക്കുക, അത് തന്നെയേ ഉള്ളൂ. ഓക്കെ, എന്തായിരുന്നാലും താങ്ക് യു മാം. ഒരു നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ചെറിയ ആവശ്യമില്ല, വളരെ മുന്നോട്ട് പോകാനും വിജയിക്കാനും കഴിയുന്ന തരത്തിലുള്ള ക്ലാസ്സാണ് എപ്പോഴും മാം എടുക്കുന്നത്. അതുപോലെ ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച് മാം. താങ്ക് യു ഷൈനി, താങ്ക് യു സോ മച്ച്. അപ്പൊ ഷൈനി പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ട്, അപ്പൊ ഇത് പറയുമ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടി ഞാൻ എടുത്ത ക്ലാസ് ആണെന്നാണ്. കാരണം ഒരു 2-3 ദിവസം മുന്നേ എന്റെ ഓഫീസിലും എനിക്ക് ഇത്തരം ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോ ഓരോ ദിവസവും ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോൾ ഞാൻ ഇപ്പൊ 2 ദിവസം മുന്നേ നടന്ന ആ സംഭവമാണ് പലപ്പോഴും ഞാൻ പോലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പിന്നീട് ഓഫീസിൽ ചെല്ലുമ്പോൾ ആ പിന്നെ ഒരു സിറ്റുവേഷൻ വീണ്ടും ഉണ്ടാവും, അതെന്നെ ബുദ്ധിമുട്ടിക്കും, അതിന്റെ പേരിൽ ആരെങ്കിലും എന്നോട് സംസാരിക്കുമോ എന്നുള്ള രീതിയിൽ ഒരു ഭയം എന്നെയും മുറുകെ പിടിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. ഇപ്പൊ ഷൈനി പറഞ്ഞതുപോലെ. പക്ഷെ ഇപ്പൊ ഷൈനി പറഞ്ഞതുപോലെ ഇതിനെ ബ്രേക്ക് ചെയ്തേ പറ്റൂ. അപ്പൊ എന്തെങ്കിലും ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? തൊട്ടടുത്ത ദിവസം തന്നെ ഓഫീസിൽ പോവുക, വീണ്ടും ആ വ്യക്തിയുമായിട്ട് സംസാരിക്കുക, മറ്റുള്ള വ്യക്തികളുമായിട്ട് സംസാരിക്കുക. ബ്രേക്ക് ദാറ്റ് ഫിയർ. ഇറ്റ്സ് ഹാപ്പൻ, ഇറ്റ്സ് ഓക്കെ. അത് സംഭവിച്ചു എന്നതിന്റെ പേരിൽ ആ വ്യക്തിയോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനോ എന്നെ പിന്നീട് വീണ്ടും എന്നെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകില്ല. ഇനി കൊണ്ടുപോകുന്നെങ്കിൽ അത് അവരുടെ പ്രശ്നം, കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോയിക്കട്ടെ. കാരണം അത് അവരുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്, അവരങ്ങനെ പെരുമാറുന്നെങ്കിൽ ലീവ് ഇറ്റ്. പക്ഷെ അതിന്റെ പേരിൽ ഭയന്ന് ഞാനിങ്ങനെ മുറുകെ പിടിച്ച് ആരോടും മിണ്ടാതെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞതുപോലെ ഇത് പറയാനൊക്കെ വളരെ ഈസിയാണ്, പക്ഷെ മാനേജ് ചെയ്യുമ്പോൾ ഒരുപാട് നമുക്ക് ഷിവറിങ് ഉണ്ടാവും. അപ്പൊ സാം അനുഭവപ്പെട്ടതുപോലെ ഷിവറിങ് ഉണ്ടാവും, ഭയം ഉണ്ടാവും, അവരെന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് സങ്കടം വരില്ല എന്ന് തോന്നലുണ്ടാവും. തീർച്ചയാണ്. പക്ഷെ അതിനെ മാനേജ് ചെയ്യുക, ഫേസ് ചെയ്യുക എന്നുള്ളതിന് അപ്പുറം നമുക്കൊന്നും ചെയ്യാനില്ല. അവിടെ നമുക്ക് ഒരുപാട് പറഞ്ഞ പോലെ ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ ഫോർ us. അതിൽ നിന്ന് കിട്ടിയ പാഠങ്ങൾ പഠിക്കുക, അതുണ്ട്. ഒരു പാഠം അതിലുണ്ട്, ഒരു ബ്ലെസ്സിങ് ഉണ്ട്. ആ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞ ഒരു അറിവാണ്. അതിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് അങ്ങ് പോവുകയാണ് എന്തായാലും നമ്മള് മുന്നോട്ട്. താങ്ക് യു ഷൈനി, താങ്ക് യു സോ മച്ച്. ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞോളൂ. മാജിക് മോർണിംഗ്. Magic നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാനും പാസ്റ്റ് എക്സ്പീരിയൻസിനെ കുറിച്ച് വളരെയധികം മുറുകെ പിടിച്ചിരുന്ന ആളായിരുന്നു. എന്നെ പഠിപ്പിച്ചത് അതാണ്. എൻ്റെ 26 വർഷത്തെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയിരുന്നിരുന്നു. ശേഷം ഞാൻ ആ അറ്റ്മോസ്ഫിയർ ഒന്ന് ചേഞ്ച് ആവണം എന്നുള്ള വളരെയധികം ആഗ്രഹിച്ചു. ഞാനത് ആ കംഫർട്ട് സോണിനെ പൊട്ടിച്ചപ്പോൾ എനിക്ക് വേണ്ടി ഈ ലോകത്തിൽ ഇപ്പം ഈ പ്രപഞ്ചം തന്നെ വിശാലമായി കിടക്കുന്നു എന്നുള്ള കാര്യം ബോധ്യമായി. നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ക്ലാസ് തന്നെയായിരുന്നു. താങ്ക് യു സാർ, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഉണ്ണീഷ് സാർ. ഇപ്പൊ ഉണ്ണീഷ് സാർ പറഞ്ഞത് 26 വർഷം കണ്ടോ, ഇപ്പോഴും ആ പാസ്റ്റിലെ 26 വർഷം ഇങ്ങനെ പിടിച്ചു മുറുക്കി വെച്ചിരിക്കുകയാണ്. 26 വർഷമായിട്ട് ഞാൻ കടന്നുപോയ ഒരു കാര്യം. അപ്പൊ ആ 26 വർഷത്തെ പോലും നമ്മൾ പൊട്ടിക്കാൻ തയ്യാറല്ല. 26 വർഷം കഴിഞ്ഞു, ഇത്രയും കാലം ജീവിച്ചു എന്നുള്ളതല്ല, പക്ഷെ ആ കടന്നുപോയ അവസ്ഥയിൽ എന്തോ എനിക്കൊരു മെസ്സേജ് ഉണ്ട്. അതിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് തന്നെ. ഇനി പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കും. ബിക്കോസ് വി ആർ ഹ്യൂമൻ ബീങ്സ്. ഈ ഇമോഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മളൊരു വ്യക്തിയെ, നമ്മളൊരു മനുഷ്യനാണോ നമുക്ക് ചിന്തിക്കുന്നത് പോലെ അതൊക്കെ ഉണ്ടാവും. പക്ഷെ ഉള്ളിൽ അതൊക്കെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക, ആ ഫിയറിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. താങ്ക് യു സോ മച്ച്. പ്രണവൻ അന്ന് ഒരു ദിവസം ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും പ്രവീണവുമായി സംസാരിക്കാൻ ഇടയായി. അന്ന് എനിക്ക് തന്നൊരു മെസ്സേജാണ്. അതിനുശേഷം നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തികളോട് പോലും ഇതുവരെ ഈ നിമിഷം വരെ ഞാൻ സംസാരിച്ചിട്ടില്ല. താങ്ക് യു മാം, നല്ലൊരു മെസ്സേജ് തന്നു. ഉണ്ണീഷ സാർ ഇത് പറഞ്ഞപ്പോ ഞാനത് ഓർത്തു. അന്ന് ബി മാജിക്കിന്റെ ഗെറ്റ് ടുഗദറിൽ വെച്ചിട്ട് സംസാരിച്ച കാര്യം ഞാൻ ഓർത്തു. പെട്ടെന്ന് അത് വീണ്ടും സാറ് പറയുകയും ചെയ്തു. ശരിയാണ്, അത് തീർച്ചയായിട്ടും അതിനുശേഷം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഗ്രേറ്റ്. അതൊരു വലിയൊരു ധൈര്യവും കറേജും തന്നെയാണ്. ആ ഒരു മനസ്സിന്റെ ശക്തി ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം പിന്നീട് അതിനുശേഷം ആരോടും ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിന്റെ വലിയൊരു കാര്യമാണ്. അതായത് ഞാൻ ഹീൽ ചെയ്യപ്പെട്ടു എന്നുള്ളതിനർത്ഥം. കാരണം ഇനി മുന്നോട്ട്, ഇനി ഇന്നത്തെ ദിവസം ഇപ്പൊ ഇന്നലെ എന്തെങ്കിലും സംഭവിച്ചിരിക്കാം, ഇനി മുന്നോട്ട്. ഇപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞ 2 ദിവസം മുന്നേ എന്റെ ജീവിതത്തിലും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയോട് അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ ബന്ധപ്പെട്ട വ്യക്തിയോട് സംസാരിക്കാതിരുന്നോണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. സംസാരിക്കുക, മുന്നോട്ട് പോവുക. താങ്ക് യു. ഓക്കെ,
ഇതില് ശോഭന എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഐഡി കാണുന്നുണ്ടല്ലോ. ആരാന്നൊന്ന് ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ഒരു വ്യക്തി ഉണ്ട് മോളെ, ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചാണ്. എന്താണ് സിന്ധു മാം? ആ ശോഭന പറഞ്ഞൊരു പുതിയ വ്യക്തി ഉണ്ട്, ഒന്ന് വിളിച്ചോളൂ. യെസ്. ശോഭന മാം കേൾക്കുന്നുണ്ടോ? ഹലോ. ഓക്കെ, ഷില മാം അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. Good പ്രവീണ morning. മാം, എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. Thank you. എന്താണ് പറയേണ്ടത്? ഒന്നും പറയാനില്ല. പാസ്റ്റിൽ ഇഷ്ടം പോലെ അനുഭവങ്ങളും എല്ലാം ഉണ്ട്, പക്ഷെ നമ്മൾ ഓർത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള ഒരു തിരിച്ചറിവുള്ളത് കൊണ്ട് മുന്നോട്ട് പോകുന്നു. എല്ലാം പ്രപഞ്ചത്തിന്റെ ശക്തിയാണെന്ന് വിചാരിച്ച് പാസ്റ്റിൽ നിന്നുള്ള പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ധൈര്യം പ്രപഞ്ചശക്തി നൽകുന്നുണ്ട്. അതുകൊണ്ട് പോകുന്നു. താങ്ക് യു മാം. അതാണ് ശീലമാൻ പറഞ്ഞ അതാണ്. പ്രപഞ്ചം അതിനുള്ള ശക്തി എനിക്ക് നൽകും എന്ന വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് പോലും. അതിനുള്ള ശക്തി ഈശ്വരൻ നൽകും എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട്, അത് എന്റെ ഉള്ളിലുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ, നൽകും എന്ന് പറയുമ്പോൾ പോലും നമ്മളൊരു പ്രതീക്ഷയോട് കൂടി മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ അതിനുള്ള ശക്തി എന്നിലുണ്ട്, എന്നിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. ഞാനത് കണ്ടെത്തുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്നുകൂടി പറയുമ്പോൾ അതിന് കുറച്ചുകൂടി കരുത്ത് കിട്ടും. എനിക്കിതൊരു ധൈര്യമുണ്ട്, ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ. ബാക്കി അവിടെ ഇറങ്ങി നോക്കാത്തതിന്റെ കാരണം എന്താ? ഭയമാണ്. തോറ്റു പോകുമോ, വീണ്ടും ഞാനിത് പരിഹസിക്കപ്പെടുമോ എന്നുള്ള തോന്നലാണ്. ലെറ്റ് ഇറ്റ് ബി. അവർ ചെയ്യുന്നവർ അത് ചെയ്യട്ടെ, അത് അവരുടെ പ്രശ്നം. പക്ഷെ ഞാൻ എന്തായാലും മുന്നോട്ട്. താങ്ക് യു. ഹായ് പ്രണമേ. ഗുഡ് മോർണിംഗ്. ഞാൻ ഷീജ പറഞ്ഞൊരു കാര്യം പറയാൻ കേട്ടാ. മാമിന്റെ ക്ലാസ് സൂപ്പറാണ്, എന്നത്തെയും പോലെ തന്നെ, എന്നത്തേക്കാൾ ഉപരി എന്ന് പറയാം. നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ ഷീജ, നമ്മള് എന്താന്ന് വെച്ചാൽ കുട്ടിക്കാലം മുതൽക്കേ നമ്മള് കല്യാണം കഴിഞ്ഞ് നമുക്ക് കുട്ടികളാവണ വരെ നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വേണ്ടത്. കാരണം നമ്മളൊരാളെ ആശ്രയിച്ച് ജീവിക്കുന്ന സമയത്ത് ആ ആള് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വേദന അത് അനുഭവിച്ചവർക്ക് എന്തായാലും അറിയാൻ കഴിയും. അപ്പോൾ ഏത് മക്കളെ വളർത്തിക്കൊണ്ടുമ്പോഴും ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് അവർ സ്വന്തമായിട്ട് അവരെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കർമ്മം എന്ന് പറയുന്നത്. അപ്പം മാത്രമേ അവർക്ക് ഇപ്പം ഷീജയ്ക്ക് എന്ന് പറഞ്ഞാൽ അവൾ ജനിച്ചേ മുതൽക്ക് അവളെ വീട്ടിലാണെങ്കിലും സാമ്പത്തികമായിട്ടായാലും അല്ലാത്തതിലായാലും അവൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളൊരു കുടുംബം പോലെ ജീവിച്ചതാ ഷീജയുടെ ഫാമിലി, എൻ്റെ ഫാമിലി. പിന്നെ കല്യാണം കഴിച്ച് പോയപ്പോഴും അതെ, അവളെ എല്ലാ കാര്യങ്ങളും ഹസ്ബൻഡ് നോക്കി നടത്തി. അവൾ ഒന്നിനും പുറത്ത് പോവണ്ട, ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊക്കില്ല. അത്രയും ഇതായിട്ട് ഇതായി. പക്ഷെ പെട്ടെന്ന് ഒരു നാളാണ്, നമ്മൾ പ്രതീക്ഷിക്കാതെയാണല്ലോ മരണം കയറി വരിക. ചിലരെ മാത്രമേ ദൈവം കുറേ ദിവസം ഇട്ട് കഷ്ടപ്പെടുത്തുള്ളൂ. അപ്പൊ ആ ഒരു മരണത്തെ അവൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം കൂടി അതാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ അവളെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവളെ മകനാ. അപ്പോഴും ഞാൻ അവൾക്ക് വിളിച്ച് പറഞ്ഞു കൊടുക്കും, ഒരിക്കലും മകനെ ഡിപ്പെൻഡ് ചെയ്യരുത്, നിനക്ക് വേണ്ട കാര്യങ്ങൾ നീ പുറത്തു പോയി നീ ചെയ്യണം കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പൊ മകൻ ജോലി ചെയ്യുന്നുണ്ട്, മകൻ കുടുംബം നോക്കുന്നുണ്ട്, മകൻ ഒക്കെ അതൊക്കെ നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എന്നാലും മകനിലും നമുക്കൊരു ശ്രദ്ധ വേണം, അല്ലേ? നമുക്ക് അവളെ മാറ്റിയെടുക്കണം മാം. ഞാൻ അത്രയും ഇതായിട്ട് പറയാം, അവള് നല്ലൊരു കുട്ടിയാണ്. അപ്പോൾ അവളെ നമുക്ക് മാറ്റിയെടുക്കണം. അവള് ഇപ്പൊ മകനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ജീവിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ നിന്ന് മാറി അവൾ സ്വയം സെൽഫിഷായി മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനത്തെ ക്ലാസ്സുകളിലേക്ക് ഞാൻ കൊണ്ടുവന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്, അവൾക്ക് ഒരുപാട് മാറ്റം വരാൻ വേണ്ടിയിട്ടാ. ഇനി ഇന്നത്തെ ക്ലാസ് അവൾക്ക് നല്ല ഉപകാരപ്രദമായി എന്ന് പറഞ്ഞു കേട്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സിന്ധു മാം. കാരണം താങ്ക് യു സിന്ധേച്ചി, എനിക്ക് വേണ്ടി സംസാരിച്ചതിന്. എന്റെ കുട്ടിയല്ലേ, എന്റെ മോളെ പോലെ. എന്തായാലും ഇത് ഈ ഒരു ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. ഒരാൾ ഒരു ജീവിതത്തിലൂടെ ഒരു അവസ്ഥയിലൂടെ പോകുമ്പോൾ, ഞാൻ ഇത്തരത്തിൽ ഈ മാജിക്കിലൂടെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു മുന്നേറിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരെ ഹെൽപ്പ് ചെയ്ത് അവരൊരു നല്ലൊരു വഴികളിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എന്തായാലും നമുക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഉണ്ട്.
നമുക്ക് അതിന്റെ കൂടെ ഒന്ന് നിന്ന് കൊടുത്താൽ മതി, നമ്മൾ അതിന് തയ്യാറായാൽ മതി എന്ന് പറഞ്ഞതുപോലെ അതിന് തയ്യാറായി ശ്രീചരണം വരികയും ചെയ്തു. അതിനൊരു വഴി സിന്ധു മാം ഒരുക്കുകയും ചെയ്തു. ഇതാ പറഞ്ഞ ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ എന്ന് പറയും. ഒരാള് എന്റെ ജീവിതത്തിൽ നിന്ന് മറ്റൊരു ക്രിയേറ്ററിന്റെ അടുത്തേക്ക്, അതായത് വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോയി എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും ഇവിടെയുണ്ട്. അപ്പൊ അവിടെ എന്നെ മുന്നോട്ട് നയിക്കാൻ ഇപ്പൊ കണ്ടോ ഒരു വ്യക്തിയിലൂടെ ഞാൻ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് വരും. ഇപ്പൊ സിന്ധു മാം എന്നെ മുന്നോട്ട് കൊണ്ടുവന്നു എന്ന് ശ്രീജ മാം ചിന്തിക്കുകയാണ്. അപ്പൊ ഇതാണ് ഓരോ ഘട്ടങ്ങളിലും നമുക്ക് മുന്നിൽ വഴികാട്ടിയായിട്ട് ആരെങ്കിലുമൊക്കെ വരും. അത് വരുന്നതിന്റെ കാരണം നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചം കൊണ്ടാണ്. കാരണം നമ്മൾ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ പാസ്റ്റ് നമ്മൾ പിടിച്ചിങ്ങനെ വെക്കുകയാണ്. ആഗ്രഹം കൊണ്ടായിരിക്കാം ഈ രാജ്യത്തിലേക്ക് വന്നത്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഷീജ, അത് പ്രവീണ മാമിന്റെ ക്ലാസ്സേ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാ ക്ലാസ്സുകളും കേൾക്കണേ. നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട പോയിന്റുകൾ കാണും ആ ക്ലാസ്സുകൾ പ്രവീണ മാമിന്റെ. അപ്പം ഞാൻ അനുഭവമാണ് കേട്ടോ, ഇതിനു മുമ്പുള്ള കുറെ ക്ലാസ്സുകളിൽ കുറെ പോയിന്റ്സ് എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ളൊരു അനുഭവം വരുമ്പോൾ എപ്പോഴും ഞാനത് ഓർക്കും. ആ ക്ലാസ്സുകളും ആ ക്ലാസ് എടുത്ത ആ ഒരു സന്ദർഭവും പ്രവീണ മാമിന്റെ വാക്കുകളും ഒക്കെ ഓർക്കാറുണ്ട്. അപ്പൊ ഷീജ എന്ത് ചെയ്യണമെന്നറിയോ, സ്കിപ്പ് ചെയ്യരുത്. പ്രവീണ മാമിന്റെ ക്ലാസ്സിൽ എല്ലാ ക്ലാസ്സുകളും ഇല്ല നല്ലതാ. മാം, ഞാൻ ഞാൻ എൻ്റെ സ്കിപ്പ് അനുഭവമാണ് ചെയ്യാറില്ല. പറയുന്നത്. ഞാൻ ഒറ്റ ക്ലാസ്സുകളും സ്കിപ്പ് ചെയ്യാറില്ല. ഞാനത് കേൾക്കണം ചേർന്നതിന് ശേഷം കേൾക്കണം. നമുക്ക് ആ ക്ലാസ്സുകളിൽ നിന്നും പ്രധാനപ്പെട്ട പോയിന്റുകൾ കിട്ടും. അപ്പൊ അതിങ്ങനെ നമ്മുടെ മനസ്സിലാക്കി കൊണ്ടുപോയാൽ മതി. അപ്പൊ നമുക്ക് നല്ലൊരു ഇതിൽ പോകാൻ പറ്റും. ഓക്കെ മാം, ഓക്കെ. താങ്ക് യു മാം. അല്ല, എത്ര പേരാ നമ്മളെ കൈപിടിക്കാൻ നമ്മളെ കൂടെയുള്ളത്. ഇതാണ് അതാണ് ഈ അതെ ക്ലാസ് മാം. പ്രത്യേകത. ബഷീർ സർ പറഞ്ഞോളൂ. മാജിക് മോർണിംഗ്. ഞാൻ പിന്നെ എല്ലാരും പറഞ്ഞു കഴിഞ്ഞോട്ടെ വെച്ചിട്ട്. പ്രണവൻ നല്ല ക്ലാസ് ആയിരുന്നു. നമ്മളിങ്ങനെ പാസ്റ്റ് തന്നെ ഇങ്ങനെ തൂങ്ങിക്കിടന്ന ലൈഫ് മുന്നോട്ട് പോകില്ല. ലൈഫ് എപ്പോഴും ഫ്രണ്ടിലേക്ക്. പാസ്റ്റ് നമ്മളെ എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസിന് നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഉപയോഗിക്കുക. ഞാൻ അങ്ങനെ കാണുന്നത്. അതിലിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ ലൈഫ് സീറോ ആയിപ്പോകും. പിന്നെ പാരന്റിങ്ങിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മളെ കുട്ടികൾക്ക് നമ്മൾ തന്നെ അവരെ സെൽഫ് റിലയൻ്റ് ആയിട്ട് വളർത്തണം. ഞാൻ എൻ്റെ എല്ലാ മക്കളെയും പറഞ്ഞത്, ഞാൻ പറഞ്ഞ എപ്പോഴാണ് നമ്മൾ ക്ഷണിക്കപ്പെടാത്ത ഒരു വിരുന്നുകാരൻ്റെ മരണം, അത് എപ്പോഴാണ് ആർക്കാ വരിക. അപ്പം നല്ല നമ്മൾ തന്നെ കൺട്രോളിൽ കൊണ്ടു നടന്നാൽ കുട്ടികൾ നാളെ പെട്ടെന്ന് മേലോട്ട് പോകും. അപ്പം നമ്മൾ ആദ്യം തന്നെ അവരെ പ്രിപ്പയർഡ് ആക്കുക. അറ്റ് എനി ടൈം ഡെത്ത് വിൽ കം. അപ്പം നമ്മൾ അവരോട് അത് എപ്പോഴും സൂചിപ്പിക്കുക. അപ്പം ഞാനില്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കണം, അതിന് അവരെ പ്രാപ്തരാക്കുക. ഇതാണ് ഞാൻ ലൈഫിൽ കണ്ടത്. ഏതായാലും നല്ല ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് ബഷീർക്ക. കണ്ടു ബഷീർക്ക എത്രയും നല്ലൊരു പോയിന്റ്സ് കൂടെ നമുക്ക് ആഡ് ഓൺ ചെയ്തു വന്നു. കാരണം മരണം രംഗബോധം ഇല്ലാത്തൊരു കോമാളിയാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ അതിനെ പറയാറുണ്ട്. പക്ഷെ പറഞ്ഞത് നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, ഇതൊന്നും ഒരിക്കലും നടക്കാൻ പാടില്ല. നമ്മൾ ചിന്തിക്കും മരണം എന്ന് പറഞ്ഞാൽ 80, 90, 100 വയസ്സിലേക്ക് നടക്കാൻ പാടുള്ളൂ. ഒരു 50 വയസ്സ് പാടില്ല, 45 വയസ്സ് പാടില്ല, 30 വയസ്സ് പാടില്ല, 10 വയസ്സ് പാടില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു വെക്കാം. ഇതൊന്നും ഒരിക്കലും നടക്കാൻ പാടില്ല. പക്ഷെ ഇത് എപ്പോ വേണമെങ്കിലും നടക്കാം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതിന് വയസ്സോ പ്രായമോ എന്നൊന്നുമില്ല. നമ്മൾ ഇവിടെ വന്നതിന് എന്തെങ്കിലും പർപ്പസ് ഉണ്ടെങ്കിൽ അത് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ വന്നെടുത്ത തന്നെ നമുക്ക് തിരിച്ചു പോകേണ്ടി വരും. അതിന് 80 വയസ്സെന്നോ 90 വയസ്സെന്നോ 100 വയസ്സെന്നോ 10 എന്നോ 15 എന്നോ 25 എന്നോ ഒന്നും ഒരു വയസ്സിന് കാരണമില്ല. ഇവിടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് സന്തോഷം കിട്ടുന്നതും നമ്മൾ സന്തോഷിക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ അവർക്കും അതിലൂടെ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങ് മുന്നോട്ട് പോവുമായിരുന്നു. താങ്ക് യു സോ മച്ച് ബഷീർ. ദിവ്യ മാം. ഗുഡ് മോർണിംഗ് പ്രവീണ മാം. ഗുഡ് മോർണിംഗ്. ഹലോ, ഞാൻ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒരുപാട് ആളുകൾ ഇങ്ങനെ ഫീഡ്ബാക്ക് ഇങ്ങനെ പറയുന്നത് കേട്ടു. സത്യത്തില് നമ്മളുടെ എല്ലാവരുടെ മനസ്സിലും ഉണ്ട് അല്ലെ പഴയ കാര്യങ്ങളെ കുറിച്ചുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം. നമ്മൾ അതിനെ മറികടന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളുടെ മനസ്സിന് നമ്മൾ ഹീൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് അവിടെ വെച്ച് സ്റ്റക്ക് ആവും. അപ്പോ ഞാൻ ചിന്തിച്ചിരുന്നത് എനിക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം എന്നാണ്. പിന്നീട് നമ്മള് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് എല്ലാവർക്കും ഉണ്ട് ഈ പ്രോബ്ലം.
ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിലുണ്ട്. വർഷങ്ങളോളം സംസാരിക്കാതെ സഹോദരിമാരൊക്കെ സംസാരിക്കാതിരിക്കുന്ന എത്രയോ കാര്യങ്ങളുണ്ട്, എത്രയോ ആളുകളുണ്ട് ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ. അപ്പോൾ അതെല്ലാം ആ ഒരു ബ്ലോക്കുകളെ പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ജീവിതം സമാധാനത്തോടു കൂടി പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ഫോർഗിവ്നെസ് എല്ലാം പറയുന്നത് തന്നെ. നമ്മൾ ഫോർഗിവ്നെസ് ഒക്കെ പറയുന്നത് നമ്മൾ അവർക്ക് വേണ്ടി പറയുന്നുണ്ടെങ്കിൽ കൂടിയും പറയുന്നത് നമ്മളുടെ മനസ്സിന് വേണ്ടി തന്നെയാണ്, വേറെ ആർക്കും വേണ്ടിയിട്ടല്ല. അപ്പോൾ നമ്മളുടെ ആ ഒരു തോട്ട് പ്രോസസ്സിനെ മാറ്റിയെങ്കിൽ മാത്രമാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ചിന്ത സത്യത്തിൽ വന്നത് നമ്മളെ ബിമാജിക്കിലുള്ളവർക്ക് അതെല്ലാം ഡൈല്യൂട്ടായി വരുന്നുണ്ട്. മാക്സിമം മൈൻഡ്ഫുൾനെസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് നമ്മളുടെ ബിമാജിക്കില് ആളുകള്. അപ്പൊ ഇതുപോലെ എല്ലാവർക്കും ഇങ്ങനെ കഴിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരെയും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. എല്ലാവർക്കും സന്തോഷമായി സമാധാനമായിട്ട് ഓരോ നിമിഷവും ജീവിക്കട്ടെ. അതാണ് നമുക്ക് വേണ്ടത്. താങ്ക് യു സോ മച്ച് പ്രവീണ മാം. താങ്ക് യു ഓൾ. താങ്ക് യു ദിവ്യ. ദിവ്യ പറഞ്ഞതുപോലെ ഈ ഇൻഡിപെൻഡൻസ് ഡേ ആണ് നമ്മൾ എന്തെങ്കിലും കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചട്ടക്കൂടുകളൊക്കെ ഒന്ന് പൊട്ടിച്ച് പുറത്തേക്ക് വരാനുള്ള ഒരു ദിവസം കൂടി ആകട്ടെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഓൾ. ഫസ്റ്റ് നിങ്ങൾ ഫീഡ്ബാക്ക് പറയാൻ മുന്നോട്ട് വരാൻ കുറച്ച് ഇതായെങ്കിലും സുബ്രഹ്മണ്യൻ സാർ തുടങ്ങും. യെസ്, മണി സാർ. മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാൻ പുറത്താണ്, അതുകൊണ്ട് കുറച്ച് ശബ്ദങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഓണാക്കാതിരിക്കുന്നത്. നമ്മള് സാധാരണ പാസ്റ്റ് ഇൻസിഡൻസ് എക്സ്പീരിയൻസ് എല്ലാം നമ്മളെ ശരിക്കും കുറച്ചൊക്കെ ബാധിക്കാറുണ്ട്. എങ്കിലും അത് പ്രവീണ മാം പറഞ്ഞ പോലത്തെ ഒരു ആംഗിൾ കൂടെ നോക്കുമ്പോൾ അത് നമ്മൾ ഒരു സ്വയം രക്ഷപ്പെടാനുള്ള ഒരു എക്സ്ക്യൂസ് ആയിട്ടാണ് നമ്മൾ തോന്നുന്നത്. അതായത് അതാണ് കാരണങ്ങളാണെന്ന് വിചാരിച്ച് തീർക്കുന്ന ഒരു ബ്ലോക്കുകളാണ് ശരിക്കും അത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മുക്തി നേടാൻ ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. അത് എങ്ങനെ തരണം ചെയ്യുന്ന അതിൻ്റെ വശങ്ങളെല്ലാം പഠിച്ച് നമ്മളതിന്ന് മറികടക്കണം. ഇനിയും ജീവിതം മുന്നോട്ടുണ്ട്. അതിൽ പല കാര്യങ്ങളും നമുക്ക് നേടാനും അതുപോലെ തന്നെ സന്തോഷിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് മുക്തി നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ അന്വേഷിച്ചിട്ട് പോകണം എന്നുള്ളതാണ്. ഏതായാലും വേറെ ഒരു ആംഗിൾ കൂടെ നോക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് മൻസാർ. മൻസാർ പറഞ്ഞതുപോലെ നമ്മൾ കണ്ടെത്തുന്ന എക്സ്ക്യൂസുകളാണ് അതെല്ലാം. ഈ പാസ്റ്റിൽ അങ്ങനെ സംഭവിച്ചു, അവരെന്നോട് അങ്ങനെ പറഞ്ഞു, ഇന്നലെ അങ്ങനെ സംഭവിച്ചു, അവരെന്നോട് വളരെ മോശമായി പെരുമാറി എന്ന് പറഞ്ഞ് പാസ്റ്റിലെ ഈ കാരണങ്ങൾ നമ്മൾ കൂട്ടുപിടിക്കുക. എന്നിട്ട് അതൊരു എക്സ്ക്യൂസ് ആയിട്ട് കരുതി പിന്നീട് മുന്നോട്ട് പോകാനുള്ള വഴികളൊക്കെ അങ്ങോട്ട് തെറ്റിക്കൂട്ടി അടച്ചങ്ങ് വരും. അതിനെ പൊട്ടിച്ച് നമുക്ക് വിടാനുള്ള ശ്രമം എന്നെങ്കിലും ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഞാനും ആ ശ്രമത്തിലാണ്. അത് വേണല്ലോ പറയാ. ഹലോ, മുഫീദ പോയോ? താങ്ക് ഹലോ, യു പ്രവീണ മാം. വെൽക്കം. മുഫീദയെ കാണുന്നില്ലെന്ന് തോന്നുന്നു. ഏകദേശം നമ്മുടെ ടൈം ആയിട്ടുണ്ട്. ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ, ഷെയർ ചെയ്യാനുണ്ടോ? താങ്ക് യു മാം. ലെറ്റ് us leave now. 6:31. അതെ, ഓക്കെ. താങ്ക് യു പ്രവീണ മാം. Okay, thank you Pravina you. ma'am. Thank you Thank all. you so ഹാപ്പി much. ഇൻഡിപെൻഡൻസ് ഡേ. താങ്ക് യു മാം. ഓക്കെ, ബൈ.